കള്ളക്കടൽ പ്രതിഭാസത്തിൽ സംസ്ഥാനത്ത് വ്യാപക കടലാക്രമണം. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ ശക്തമായി തിരിച്ചടിച്ച് വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രിയിലും കടലാക്രമണം ശക്തമായിരുന്നു. കൊല്ലം തീരമേഖലയിൽ മുണ്ടയ്ക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം, ആലപ്പാട് ഭാഗങ്ങളിലും രൂക്ഷമായ കടൽക്ഷോഭമുണ്ടായി. അതേസമയം തൃശൂർ കൊടുങ്ങല്ലൂരിലും കടലാക്രമണം രൂക്ഷമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്, കൊല്ലത്ത് നിന്ന് പ്രജിത്ത്, തൃശൂരിൽ നിന്നും എം മനോജ് എന്നിവർ ചേരുകയാണ്. ആദ്യം കൊല്ലത്ത് നിന്ന് പ്രജിത്താണ് ചേരുന്നത്. പ്രജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൊല്ലം തീരത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുണ്ടക്കൽ പോലെയുള്ള ഭാഗങ്ങളിൽ നിരവധി വീടുകൾ തകർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ കള്ളക്കടൽ പ്രതിഭാസം ശക്തമായതോടെ കൊല്ലം തീരമേഖലയിൽ കടലാക്രമണം ശക്തമായിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം നഗരഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ മുണ്ടക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം എന്നീ മേഖലകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ളത്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ ആലപ്പാടും രൂക്ഷമായ കടൽക്ഷോഭം നേരിടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതലാണെങ്കിൽ തിരമാലകൾക്ക് ശക്തിയേറുന്നുണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇടവേളകളിലാണ് തിരമാലകൾ അപകടകരമാവുന്നതും ശക്തി വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കുറച്ചു നേരം ശക്തമായ തിരടി ഉണ്ടാകുന്നു, പിന്നീട് കടൽ കുറച്ച് ശാന്തമാകുന്നു, പിന്നീട് കടൽ ശാന്തമായി എന്ന് തീരപ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്ന സമയത്തേക്ക് വീണ്ടും കടലിൽ വലിയ ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. രാത്രിയും പുലർച്ചെയും എല്ലാം കടലേറ്റം തുടരുന്നുണ്ട്. മുണ്ടയ്ക്കൽ, വെടിക്കുന്ന് ഭാഗത്തൊക്കെ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണെന്ന് പറയേണ്ടി വരും. കാരണം മുണ്ടയ്ക്കലിൽ കഴിഞ്ഞ തവണ ഉണ്ടായ കടലാക്രമണത്തിൽ മാത്രം 4ഓളം വീടുകൾ തകർന്നിരുന്നു. ഏതാണ്ട് 25ഓളം വീടുകൾ ആ മേഖലയിൽ ആകെ തകർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വർഷത്തിനിടയിലുള്ള കണക്കുകളാണ്. എന്തായാലും തിരമാല അടിച്ചു തകരാൻ സാധ്യതയുള്ള കൂടുതൽ വീടുകളിൽ നിന്ന് വീട്ടുസാധനങ്ങളൊക്കെ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ തീരപ്രദേശത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളും തുടരുന്നുണ്ട്. ജൈവിക, ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കടലാക്രമണം രൂക്ഷമാകുമെന്നുള്ള മുന്നറിയിപ്പെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധരിൽ നിന്നും എല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അത്തരം നടപടികളിലേക്ക് പ്രാഥമിക ഘട്ടത്തിൽ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ കടൽ കൂടുതൽ കരയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കും. പ്രത്യേകിച്ച് മുണ്ടയ്ക്കൽ തീരത്ത് ഏതാണ്ട് 750ഓളം ആളുകൾ, അതായത് 100ലധികം വീടുകൾ ഇത്തരത്തിൽ കടലാക്രമണത്തിൽ തകരാൻ സാധ്യതയുള്ള മേഖലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നായിരിക്കും കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. നേരത്തെ കടലാക്രമണത്തിൽ വീട് നഷ്ടമായ സമയത്ത് അവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നാട്ടുകാർ റോഡൊക്കെ ഉപരോധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്ര സംഘം അടക്കം മുണ്ടയ്ക്കൽ തീരം സന്ദർശിച്ചതാണ്. അപ്പോൾ സമാനമായൊരു പ്രശ്നം ആ മേഖലയിൽ ഉണ്ടായാൽ വീണ്ടും ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊല്ലം നഗരത്തെ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള റോഡ് ഉപരോധം അന്ന് ഉണ്ടായതാണ്. അപ്പോൾ അതിനു മുൻപ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ നമ്മെ അറിയിക്കുന്നത്.